Hello, welcome friends. Digital marketing tools and techniques എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ 2-3 ആഴ്ച മുമ്പ് നമ്മൾ അവസാനം നിർത്തിയവിടെന്ന് വെച്ചാൽ നമ്മളൊരു ഗൂഗിൾ യൂണിവേഴ്സൽ അനലിറ്റിക്സ് കോഡ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ കോഡ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗൂഗിൾ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഇന്ന് നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യുന്നു. അതായത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമ്മളിത് പഠിക്കാം. ഓക്കെ, അപ്പം പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലോ എന്തെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില അക്കൗണ്ട്സ് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നമ്മൾ വെബ്സൈറ്റ് നിർത്തിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നിർത്തിയതുകൊണ്ടായിരിക്കാം, അല്ലെ എന്തെങ്കിലും കാരണം ഒന്ന് വെബ്സൈറ്റ് വൈൻഡപ്പ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ഇനിയും വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എത്തുകയാണ്. അപ്പം അന്നേരം എങ്ങനെ ഇത് ഡിലീറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ കാണാം. അപ്പോൾ ഇത് ഞാൻ ഡാഷ്ബോർഡിൽ നിന്ന് തൊട്ട് വരാം. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഹോം പേജ് ഡാഷ്ബോർഡ്, ഹോം ഡാഷ്ബോർഡ്, മെയിൻ ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് അഡ്മിൻ ഡാഷ്ബോർഡിലായിരുന്നു. അപ്പോൾ നമ്മൾ ഹോം പേജിൽ എങ്ങനെ അഡ്മിൻ ഡാഷ്ബോർഡിലോട്ട് പോകുന്ന ഒന്നുകൂടെ ഇവിടുന്ന് കാണിക്കാം. ഇത് ഹോമിൻ്റെ ലിങ്ക്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ലിങ്ക്സ് കാണാം. അവിടെ നേരെ താഴെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ അഡ്മിൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം, അഡ്മിൻ. ഓക്കെ, അതേ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വന്ന് നിന്ന പേജ് ഇവിടെ കാണാം. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പേജ് നിൽക്കുമായിരുന്നു, ആ പേജിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഇത് കാണാം, ഹൈറാർക്കി കാണാം, അക്കൗണ്ട്, പ്രോപ്പർട്ടി, വ്യൂ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അക്കൗണ്ടിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനായ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തല്ലോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അക്കൗണ്ടിൻ്റെ നെയിം, മൈ വെബ്സൈറ്റ്, അങ്ങനെ പല കാര്യം കാണാം. ഇവിടെ കാണാം. ഈ ടോപ്പിക് നോക്കിയാൽ കാണാം നമ്മുടെ അക്കൗണ്ടിൽ നിൽക്കുന്നത്, മൈ വെബ്സൈറ്റിലുള്ള അക്കൗണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കണ്ട. നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് കാണുന്നത്. അതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൂവ് ടു ട്രാഷ് ക്യാൻ എന്ന ഓപ്ഷൻ കാണാം. അതായത് ട്രാഷ് ക്യാൻ എന്ന ഓപ്ഷനിലോട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാം ട്രാഷ് ക്യാനിലോട്ടാണ് പോകുന്നത്. അപ്പം ട്രാഷ് ക്യാനിലോട്ട് ഈ അക്കൗണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടണാണ്, അതായത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ട്രാഷ് ക്യാനിൽ കിടന്ന ഒരു ഇതെന്ന് വെച്ചാൽ അത് കുറച്ച് ദിവസം ട്രാഷ് ക്യാനിൽ കിടക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്രയും ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു, നമുക്ക് റിസ്റ്റോർ ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി റിസ്റ്റോർ ചെയ്യാം. പക്ഷേ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആയിപ്പോകും. എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരിക്കലും തിരിച്ചെടുക്കാനും പറ്റത്തില്ല, റിസ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മൂവ് ടു ട്രാഷ് ക്യാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ട്രാഷ് ക്യാനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ളൊരു പേജാണ്. അവിടെ നമുക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ബിഫോർ മൂവിങ് യുവർ അനലിറ്റിക്സ് അക്കൗണ്ട് മൈ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ പേരാണ്. ബിഫോർ മൂവിങ് യുവർ അനലിറ്റിക്സ് അക്കൗണ്ട് മൈ വെബ്സൈറ്റ് ടു ദ ട്രാഷ് ക്യാൻ പ്ലീസ് റിവ്യൂ ദ ചെക്ക് ലിസ്റ്റ് ബിലോ. താഴെ കുറച്ച് ചെക്ക് ലിസ്റ്റ് വന്നിട്ട് 3 അതൊന്ന് റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ റെഡ് കളറിൽ അവർ പറഞ്ഞിട്ടുണ്ട്, വൺസ് ആൻ അക്കൗണ്ട് എക്സ്പയർസ് ഫ്രം ദ ട്രാഷ് ക്യാൻ ഇറ്റ് കാനോട്ട് ബി റിസ്റ്റോർഡ്. അതായത് ഒരിക്കൽ ട്രാഷ് ക്യാൻ ഇത് പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ചെക്ക് ലിസ്റ്റ് താഴെയുണ്ട്. ഡു യു മീൻ ദ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഓർ വ്യൂസ് ഓഫ് ട്രാഷ് ക്യാൻ ഇൻസ്റ്റെഡ് ഓഫ് ദ എൻ്റയർ അക്കൗണ്ട്. അത് കുറച്ച് പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് കളഞ്ഞാൽ മതിയോ, അല്ല അങ്ങനെ പല രണ്ടു ഇത് പറയുന്നുണ്ട്. അത് അതിലേക്ക് ഞാൻ ഇപ്പം കിടക്കുന്നില്ല, ഞാൻ പിന്നീട് ഡീറ്റെയിൽഡ് രൂപത്തിൽ കിടക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ പറയേണ്ടി വരും. അപ്പോൾ ഇത് നോക്കുക. പിന്നെ അവസാനമായിട്ട് അവർ നമ്മൾ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു പ്രൊസീഡ്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് ഉറപ്പാണോ, ഷുവർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷുവർ ആണ്, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും കൽപ്പിച്ച് ട്രാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ബട്ടൺ ഉണ്ട് താഴെ, അതേ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം പെട്ടെന്ന് സൈറ്റ് ഇത് പേജ് റിഫ്രഷ് ആയി അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു, കണ്ടോ പേജ് തന്നെ റിഫ്രഷ് ആയി. ഇപ്പം മേളത്തെ ഓൾ അക്കൗണ്ട് സാൻഡ് ബോക്സ് എന്നുള്ള ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇതാണ് വന്നിരുന്നത്. അതായത് മൈ വെബ്സൈറ്റ് എന്നുള്ള ഇത് അക്കൗണ്ട് അവിടെ നിന്ന് പോയി. ഇപ്പോൾ ഇവിടെ സാൻഡ് ബോക്സ് എന്ന എഴുതാ കിടക്കുന്നത്. സാൻഡ് ബോക്സ് എന്ന് വെച്ചാൽ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ നിന്ന്
പോയി. നമുക്കിവിടെ നോക്കിയാൽ ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഇത് പോയി. ഞാൻ പല പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പോയി. ഒരു സ്ട്രൈക്ക് ത്രൂ ഉണ്ടോ മൈ വെബ്സൈറ്റ് എന്നുള്ളത്? അതിൻ്റെ അർത്ഥം അത് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നുള്ള. ഇതെല്ലാം സാൻഡ് ബോക്സ് ഇവിടെ കിടപ്പുണ്ട്, ത്രാഷിൽ കിടപ്പുണ്ട്. ഇതുപോലെ റിസ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇതെങ്ങനെ നമ്മുടെ ഒരു അക്കൗണ്ട് ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെ ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓപ്ഷൻ ഉണ്ട്, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ പുതുതായിട്ട് വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ സ്റ്റേ ട്യൂൺഡ്. പ്ലീസ് ടേക്ക് കെയർ. ബൈ.